കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പനീർ പട്ടി. മെയിനായിട്ട് 4 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് ഇപ്പോൾ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റെല്ലാം പെട്ടെന്ന് വന്നാൽ ഉണ്ടാക്കാനെല്ലാം പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 മുട്ടൻ്റെ മഞ്ഞ മാത്രം മാറ്റി വെക്കാം. ഇത് പിന്നീട് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ്. ബാക്കി യാക്കും എഗ് വൈറ്റും ഒരു മിക്സറിലേക്ക് ഇട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്താൽ ഫില്ലിങ് നല്ല നീറ്റ്ലി സ്ക്രാമ്പിളായി കിട്ടും. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ ഗീ ഇട്ട് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ച് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട ഇതുപോലെ തുടരെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തിക്കായി വരും. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പനീർ പട്ടിക്ക് വേണ്ട ദോശൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ മിക്സിയിലേക്ക് 1 കപ്പ് മൈദ, നേരത്തെ മാറ്റി വെച്ച 2 മുട്ടൻ്റെ മഞ്ഞ, 1 പിഞ്ച് ഉപ്പും 1 കപ്പ് വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ല സ്മൂത്ത് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, എന്നാലും നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ദോശ ചുട്ടെടുക്കാൻ വേണ്ടി തവ വെച്ചിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാത്ത തവ നോക്കി എടുക്കണം, കാരണം ഇതിൽ നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു സ്പൂൺ ബാറ്റർ ഒഴിച്ച് ഇതുപോലെ തിന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ മേലെ ഭാഗം ആറ് വന്നാൽ തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. അധികമായിട്ട് തവയിൽ വെച്ച് കളർ ചേഞ്ച് ആവാതെ നോക്കണം. ഇനി ഈ ചുട്ടെടുത്ത ദോശൻ്റെ നല്ല ഭാഗം അടിയിലാക്കിയിട്ട് ഈ ഭാഗത്ത് നടുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് 4 ഭാഗത്തുനിന്നും ഇതുപോലെ ബോക്സ് ആക്കി മടക്കി വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് ദോശ നേരത്തെ ചുട്ടെടുത്തതിൽ കുറച്ച് വലിയ സൈസിൽ ചുട്ടെടുക്കണം. ഇതും നേരത്തെ ചെയ്ത പോലെ ഈ ഭാഗത്ത് നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് നേരത്തെ ബോക്സ് ആക്കിയത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ബോക്സ് ഷേപ്പിൽ തന്നെ മടക്കിയെടുക്കാം. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കാം. സോഫ്റ്റ് ദോശയും മുട്ടൻ്റെ ഫില്ലിങ്ങോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിക്കുന്നതാണെങ്കിൽ മേലെ ഇതുപോലെ ഒരു പ്ലസ് സൈൻ വരച്ചു കൊടുക്കാം. എന്നാൽ സിറപ്പ് ഉള്ളിലേക്ക് ചേർന്ന് സോക്കായി കിട്ടും. ഷുഗർ സിറപ്പ് 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 1 പിഞ്ച് ഏലക്കായ് പൊടിയും ഇട്ട് ജസ്റ്റ് തിളപ്പിച്ചെടുത്താൽ മതി. പനീർ പട്ടി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. പ്രത്യേകിച്ച് കിഡ്സിനും അധികം ഓയിലി അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിച്ചു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ.